നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യത്ത് പെട്രോൾ വിലയിൽ കുറവുണ്ടാകുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ സാധിച്ചില്ല. എന്നാൽ ന്യൂ ഇയർ സമ്മാനമായി ഉടൻ തന്നെ രാജ്യത്ത് പെട്രോൾ ഡീസലിൽ വില വലിയ തോതിൽ കുറയാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ ലിറ്ററിന് 10 രൂപ വരെ കുറവുണ്ടായേക്കുമെന്നാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ കേന്ദ്ര മന്ത്രിസഭാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 8 രൂപ മുതൽ 10 രൂപ വരെ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം പെട്രോളിയം മന്ത്രാലയം തയ്യാറാക്കിയതായി വൃത്തങ്ങൾ അറിയിച്ചു. ഈ 2 ഇന്ധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനായി റിഫൈനറികളിലേക്ക് പോകുന്ന ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വിലയിലെ കുത്തനെയുള്ള ഇടിവാണ് വൻതോതിൽ കുറയ്ക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. ഇസ്രായേൽ ഗാസ സംഘർഷ സമയത്ത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ നിലവിൽ $79 വില. ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിയാണ് ഇടയ്ക്ക് ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിപ്പിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് ശരാശരി $77.14 ആയിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷ സമയത്ത് സെപ്റ്റംബറിൽ $93.54 ഒക്ടോബറിൽ $90.08 ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ 2022-23 ശരാശരി ക്രൂഡ് ഓയിൽ വില ബാരലിന് $93.15 ആയിരുന്നു. 2022 ഏപ്രിൽ 6 മുതൽ 2 ഇന്ധനങ്ങളുടെയും എക്സ് റിഫൈനറി വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ സാമ്പത്തിക വർഷത്തെ കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ 3 ഗവൺമെന്റ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വലിയ ലാഭം നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ IOC, BPCL, HPCL എന്നിവ ചേർന്ന് 58,198 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിലുണ്ടായ നഷ്ടം നികത്താനായി 2023-24 കേന്ദ്ര ബജറ്റിൽ സർക്കാർ നടത്തുന്ന 3 എണ്ണ വിപണന കമ്പനികൾക്ക് ഇക്വിറ്റി ഇൻഫ്യൂഷനായി 30,000 കോടി രൂപയുടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. 2022 മെയ് 22 കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും സെൻട്രൽ എക്സൈസ് തീരുവ ലിറ്ററിന് യഥാക്രമം 8 രൂപയും 6 രൂപയും കുറച്ചതിന് ശേഷം ഇതുവരെ വിലയിൽ ഇളവുകൾ ഉണ്ടായിട്ടില്ല. സൂയിസ് കനാൽ മുഖേനയുള്ള ചെങ്കടൽ കപ്പൽ പാതയിലൂടെ സർവീസ് നടത്താൻ തയ്യാറാണെന്ന് കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ പ്രഖ്യാപിച്ചതോടെ ക്രൂഡ് ഓയിൽ വിപണിയിലും തിരയിളക്കും. ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ നിന്ന് 3% ഇടിവ് രേഖപ്പെടുത്തി. സൂയിസ് കനാലിലൂടെയുള്ള സമുദ്രപാത വീണ്ടും സജീവമാകുന്നതോടെ ക്രൂഡ് ഓയിൽ ഉൽപ്പന്ന വിതരണത്തെക്കുറിച്ചുള്ള ആശങ്ക മായുന്നതാണ് വില ഇടിവിലേക്ക് നയിച്ചത്.